മരണപ്പെട്ടു പോകുന്ന മനുഷ്യൻ്റെ ജനാസ കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ഒരിക്കൽ പുണ്യ റസൂൽ പറഞ്ഞു. അബൂ സഈദുൽ ഖുദരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഇദാ വളിയത്തിൽ ജനാസത്തു വഹ്തമലഹൻ നാസ് അവർ റിജാലു അലാ അനാകിഹിം, ഒരു ജനാസ പുരുഷന്മാരുടെ പെരടിയിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ, അഥവാ ആളുകൾ അത് ചുമന്നുകൊണ്ട് പോകാൻ തുടങ്ങിയാൽ, ഫൈൻ കാനത്ത് സ്വാലിഹത്തൻ, ആ മയ്യത്തെങ്ങാനും നല്ല മയ്യത്താണെങ്കിൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ല മനുഷ്യനാണെങ്കിൽ, ആ മയ്യത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും, കദ്ദിമൂനി കദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോ, എന്നെ വേഗം കൊണ്ടുപോ, പെട്ടെന്ന് കൊണ്ടുപോ, താമസിപ്പിക്കല്ലേ എന്ന് ആ മയ്യത്ത് കട്ടിലിൽ നിന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വൈൻകാനത്ത് വൈറ സ്വാലിഹത്തിൻ, മയ്യത്തെങ്ങാനും ദുഷിച്ച മയ്യത്താണെങ്കിൽ ആ മയ്യത്ത് ഇങ്ങനെ കൊണ്ടിരിക്കും. കാലത്ത്, ആ മയ്യത്ത് പറയും, യാ വൈലഹ, എൻ്റെ നാശമേ, എൻ്റെ പ്രയാസമേ, ഐന തദ്ഹബൂന ബിഹ, എവിടേക്കാണ് നിങ്ങൾ എന്നെയും വലിച്ചു കൊണ്ടുപോകുന്നത്, എന്നെ കൊണ്ടുപോകല്ലേ, കൊണ്ടുപോകല്ലേ എന്ന് ആ മയ്യത്ത് ഇങ്ങനെ വിളിച്ചു പറയും. എത്രേ യസ്മഉ സൗതഹ കുല്ല ശൈഇൻ ഇല്ലൽ ഇൻസാൻ, മനുഷ്യനല്ലാത്ത ജീവജാലങ്ങളിലുള്ള സകലമാന സൃഷ്ടികൾക്കും അത് കേൾക്കാൻ സാധിക്കുമെന്ന് പരിശുദ്ധ നബി. മനുഷ്യനല്ലാത്ത സകല ജന്തുമൃഗാദികൾക്കും ഈ മയ്യത്തിൻ്റെ അട്ടഹാസം കേൾക്കാൻ സാധിക്കും. വലോ സമിഅഹു സ്വൈക, മനുഷ്യനെങ്ങാനും അത് കേൾക്കുമായിരുന്നെങ്കിൽ അവൻ ബോധരഹിതനായി വീഴുമായിരുന്നു എന്നും പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.